കാര്യമായ പരിഗണന നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ രാജ്യസഭാ സീറ്റായിട്ടാണ് LDF വന്നത്. 2022 കാലാവധി അവസാനിച്ചപ്പോൾ CPI സീറ്റ് എടുക്കുകയുണ്ടായത്. അത് 2024 വന്നപ്പം മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി CPM വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കേട്ടത്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ മാത്രം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നണി കെട്ടുറപ്പുണ്ടാകുന്നത് എങ്ങനെ പറയാൻ സാധിക്കുക? മറ്റുള്ള ഘടകകക്ഷികളും ഈ LDF കക്ഷികളല്ലേ. 4ാമത്തെ കക്ഷിയാണ് RJD. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ കക്ഷിയാണ് ഞങ്ങൾ. അങ്ങനെ ഇരിക്കെ ഇത്തവണ വന്നപ്പോൾ CPM അങ്ങനെ വിട്ടുവീഴ്ച വെച്ചാൽ CPI അതിന് തയ്യാറായില്ല. ഞങ്ങളുടെ സീറ്റാണ് 2022 CPI എടുത്തത്. 2024 ആ സീറ്റ് ഞങ്ങൾക്ക് തരേണ്ട മാന്യത അവർ കാണിക്കണമായിരുന്നു. അപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്ന എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ്. പ്രത്യേക പരിഗണന മാത്രം ചില ആൾക്കാർക്ക് ലഭിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കക്ഷിക്ക് സീറ്റ് കിട്ടുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല പറയുന്നത്, പരിഗണന ഇല്ലാത്തതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉഭയകക്ഷി ചർച്ചയിൽ അന്ന് CPM സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്നു ഞങ്ങളവിടെ സംസാരിച്ചത്. അന്ന് ഞങ്ങളോട് പറഞ്ഞു 2019 നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ തീർച്ചയായും പരിഗണിക്കുന്ന പറഞ്ഞു. ഇത്തവണ ഒരു ഉഭയകക്ഷി ചർച്ച പോലും നടത്താൻ തയ്യാറാകാതെ LDF പ്രഖ്യാപിക്കുകയുണ്ടായത് 15-4-1 ഫോർമുല. അതിലും ഞങ്ങൾ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥലങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ LDF വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. LDF ഒരു നേതാക്കൾക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഞാൻ പലപ്പോഴും വിളിച്ചു ചോദിച്ചിട്ട് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവില്ല, എല്ലാവരും നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് എല്ലാ ഭാഗത്തും കിട്ടിയ വിവരം. ഞങ്ങൾ പാർട്ടി സഹാക്കൾ ഈ അമർഷമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ വളരെ ത്യാഗം സഹിച്ചിട്ടാണ്, അവരുടെ കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടാണ് ഈ ഇലക്ഷൻ പ്രവർത്തനം മുഴുവനായിട്ട് നടത്തിയത്. ഞങ്ങൾ വേറെ ആരും സഹായം ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഇപ്പോഴും നിരാശ തന്നെയാണ് പ്രതിഫലം. ഇവിടെ കേരളത്തിൽ LDFിനോടൊപ്പവും കേന്ദ്രത്തിൽ NDA മന്ത്രിയും ഉള്ളൊരു പാർട്ടി LDFിലുണ്ട്. അതിലാർക്കും ഒരു പ്രശ്നവുമില്ല. കാരണം അന്ന് കേന്ദ്രമന്ത്രി കുമാരസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ഇവിടെ അതേ പാർട്ടിയുടെ അതേ കൊടി തന്നെ ഉപയോഗിക്കുന്നു, അതേ ചിഹ്നം തന്നെ ഉപയോഗിക്കുന്നു, അതേ പേര് തന്നെ ഉപയോഗിക്കുന്നു. അതിലൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ JDS NDAയുടെ ഭാഗം എന്നല്ല പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പാർട്ടിയുടെ ഭാഗമാണ്. അവരുടെ നേതാവാണ് കേന്ദ്രത്തിൽ NDA സർക്കാരിൽ മന്ത്രിയായിട്ടുള്ളത്. എന്നിട്ട് പോലും നമ്മൾ തുടക്കം മുതലേ ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനം എല്ലാവർക്കും നൽകി. മുന്നണിയിൽ അർഹതപ്പെട്ട ഞങ്ങൾക്ക് മാത്രം പരിഗണിച്ചില്ല. 2.5 വർഷം കഴിയുമ്പം അത് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അതും നടന്നില്ല. എന്തിൻ്റെ പേരിലാണ് നമ്മളെ മാത്രം മാറ്റി നിർത്തുന്നത്? അതിൻ്റെ ആ കാര്യം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അപ്പോൾ പാർട്ടി അണികളുടെ ഇടയിൽ, പാർട്ടി നേതൃത്വത്തിൽ അതിയായ അസംതൃപ്തിയുണ്ട്. ഇപ്പോൾ JDSന് 70ഓളം സ്ഥാനങ്ങൾ നൽകി, 70-79. ഞങ്ങൾക്കാകെ കിട്ടിയ 6-7 ഇതാണ്. സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് റെക്കഗ്നേഷൻ വേണ്ടേ. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വേണ്ട രീതിയിലുള്ള പരിഗണന ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ വളരെ ശക്തമായ ഇടതുപക്ഷ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് ഇനി പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ ഈ അവഗണന മാറ്റി ഞങ്ങൾക്ക് അനർഹമായ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നില്ല. ഓരോ പാർട്ടികളുടെയും ഗ്രൗണ്ടിലുള്ള റിയാലിറ്റി മനസ്സിലാക്കട്ടെ. അതനുസരിച്ചിട്ടുള്ള അംഗീകാരം ഞങ്ങൾക്ക് നൽകണം. പലതവണ ആവർത്തിച്ചു, പലതവണ കത്ത് നൽകി, 2 തവണ ഉഭയകക്ഷി ചർച്ച നടത്തി. എന്നിട്ട് പോലും ആ കാര്യത്തിലൊരു പരിഗണനയും നൽകിയിട്ടില്ല. കാരണം സാധാരണ പാർട്ടിക്കാരെ ചോദിക്കുമ്പോൾ പറയാൻ ഞങ്ങൾക്ക് മറുപടിയില്ല. അതുകൊണ്ട് ഈ അവഗണന അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണം. അതുപോലെ തന്നെ
ഇപ്പോൾ ഒരു LDF യോഗത്തിലെല്ലാം തന്നെ 11-ാമതായിട്ടാണ് ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ 11-ാം കക്ഷിയാണ് ഈ മുന്നണിയിൽ. അത്ര അവഗണന എന്തിനാണ് ഞങ്ങളോട്?